വന്യമൃഗാക്രമണം നേരിടാനുള്ള നടപടികൾക്ക് വേഗത പോരെന്ന് ഗവർണറോട് മാനന്തവാടി ബിഷപ്പ്. ഉദ്യോഗസ്ഥ സംവിധാനം കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ബിഷപ്പ് മാർ ജോസഫ് പൊരുന്നേടം വ്യക്തമാക്കി. സംഘർഷത്തിലേക്ക് പോകാതെ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ഗവർണർ വിമർശനം. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ഷിബു ചേരുന്നു. അതിനു മുമ്പ് ഒരു പ്രതികരണം കേൾക്കാം. But it is our responsibility to ensure this message should not go that we will listen to you and we will visit you only when you indulge in violence. No, the responsibility more than people, the responsibility on our shoulder. ഷിബു, ഗവർണർ മാനന്തവാടി ബിഷപ്പിനെയും സന്ദർശിച്ചു. എന്തൊക്കെ ഉറപ്പാണ് ഈ വയനാട് സന്ദർശനത്തിൽ ഗവർണർ നൽകിയിരിക്കുന്നത്? എന്തൊക്കെ അവലാതികളാണ് ഗവർണർക്ക് മുന്നിലെത്തിയത്? ഗവർണർ വയനാട്ടിലെത്തിയ ഗവർണർ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു. എല്ലാ വീട്ടിലും ചെന്നപ്പോഴും തിരിച്ച് മാധ്യമപ്രവർത്തകരോട് കണ്ടപ്പോഴും പറഞ്ഞ ഒരു കാര്യം, ഞാൻ വേദനിക്കുന്നവരോടൊപ്പമുണ്ട്, ദുരന്തം അനുഭവിക്കുന്നവരോടൊപ്പമുണ്ട്, വേർപാടിൽ സങ്കടപ്പെടുന്നവരോടൊപ്പമുണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ വരവ്, രാഷ്ട്രീയ ഉദ്ദേശങ്ങളിലൂടെ അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് അവർക്ക് അവരുടെ സിമ്പതി, അവരോട് സിമ്പതി, അനുകമ്പയുണ്ട്, അവരോട് സഹതാപമുണ്ട്, അത് പ്രകടിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇനി അവരുടെ കാര്യങ്ങളിൽ, ആവശ്യങ്ങളിൽ ഞാൻ ഒപ്പമുണ്ടാകും എന്ന് പറഞ്ഞ അദ്ദേഹം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി. ഓരോ വീടുകളിലും ആ വീട്ടുകാരോടും അയൽവാസികളോടും കൂടെ നിന്നവരോടും ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം മാനന്തവാടി രൂപതയുടെ ആസ്ഥാനത്തെത്തിയത്. മാനന്തവാടി രൂപത ആസ്ഥാനം സീറോ മലബാർ സഭയിൽപ്പെട്ടതാണ് മാനന്തവാടി രൂപത. എങ്കിലും യാക്കോബായ സഭയിലെ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ സ്തേഫാനോസും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. 5 മിനിറ്റ് നേരം മാത്രം ഗവർണറെ സ്വീകരിച്ച ബിഷപ്പുമാർ പിന്നീട് ഒരു പൊതുവേദിയിലേക്കാണ് ബിഷപ്പിനെ കൊണ്ടുവന്നത്. പൊതുവേദിയിൽ വെച്ച് 25ഓളം സംഘടനകളുടെ പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ആയി ഒരുമിച്ചാണ് ഇവർ സംവദിച്ചത്. മറ്റു കാര്യങ്ങളൊന്നും തങ്ങൾക്ക് പറയാനില്ലെന്നും ഇക്കാര്യങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും പറഞ്ഞു. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു നിവേദനം, പൊതുനിവേദനം ബിഷപ്പ് ഹൗസ് തയ്യാറാക്കിയിരുന്നു. അത് മാനന്തവാടി രൂപതാ മെത്രാൻ മാർ ജോസ് പെരുന്നേടം വായിച്ചു കേൾപ്പിച്ചു. 4 പേജുള്ള ഒരു നിവേദനമാണ്. അതിൽ ശാസ്ത്രീയമായ ഇടപെടലുകളും അനിവാര്യമായ നടപടികളും ആവശ്യമാണ്. എന്തൊക്കെയാണ് ഇടപെടലുകൾ വേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള വയനാട് മെഡിക്കൽ കോളേജിന്റെ പോരായ്മ ഉൾപ്പെടെ രാത്രികാല ഗതാഗത നിരോധനം, റെയിൽവേ, റോഡ് കണക്ടിവിറ്റിയിലുള്ള പോരായ്മകൾ അടക്കം അതിൽ ഉൾപ്പെടുത്തി. ഈ ആവശ്യങ്ങൾക്ക് ശേഷം അത് മെയിലായി തനിക്ക് നൽകാനും ആവശ്യപ്പെട്ടു. മെയിലായി നൽകാമെന്ന് ഇവർ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഓരോ സംഘടനയുടെയും പേര് വിളിച്ച് 25ഓളം സംഘടനകളുടെ നിവേദനങ്ങൾ അദ്ദേഹം സ്വീകരിച്ച ശേഷം മറുപടി പ്രസംഗത്തിൽ മാധ്യമപ്രവർത്തകരോടായാണ് പറഞ്ഞത്, വയനാടൻ ജനതയോടൊപ്പം ഉണ്ടാകും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും, കാലാനുസൃതമായ ഇത് വേണം, സംഘർഷം ലഘൂകരിക്കാൻ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങളെ കണ്ട മാനന്തവാടി രൂപതാ മെത്രാനും ഇത് തന്നെയാണ് പറഞ്ഞത്. പ്രതികരിച്ച ജനതയ്ക്കെതിരെ കേസെടുക്കുന്നത് ഒരു നല്ല നടപടിയല്ല, പണമില്ലാത്തതല്ല ഇവിടെ പ്രശ്നം, പരിഹരിക്കാനുള്ള മനസ്സില്ലാത്തതാണ് പ്രശ്നമെന്നാണ് രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം വിമർശിച്ചത്. തന്നെയുമല്ല, കേസെടുക്കുന്നവരിൽ പലരും യുവാക്കളുണ്ട്, അവരിൽ പലരും ജോലി തേടുന്നവരും വിദേശത്തേക്ക് പോകുന്നവരുമാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് ഒരു ജോലി നേടാൻ പോലും സാധിക്കാത്ത വിധത്തിൽ കേസെടുത്ത് പരിഹരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ ഒരു വേളയിൽ പറഞ്ഞു, ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ ഇത് കേൾക്കണം എന്നാണ് ബിഷപ്പ് പ്രധാനമായും പറഞ്ഞത്. ഗവർണറുടെ മുൻപിൽ വെച്ച് അവതരിപ്പിച്ച പല കാര്യങ്ങളും വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിലും ബിഷപ്പ് അവതരിപ്പിക്കുകയുണ്ടായി. ശരി ഷിബു.